ഹായ് ഫ്രണ്ട്സ്, സാപ്പിടിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് OTT റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും, അതുകൂടാതെ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇന്ന് ഡിസംബർ മാസം 26 26, 27 ദിവസങ്ങളിൽ OTT റിലീസ് ചെയ്യുന്ന സിനിമകളും സീരീസുകളുമാണ്. അപ്പം ഏതൊക്കെ അപ്ഡേറ്റുകളാണ്, ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കുന്നതിന് മുമ്പേ ആദ്യമേ തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുകൂടാതെ ആ ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യാൻ ശ്രമിക്കുക. എന്നാലും ഇതുപോലുള്ള OTT അപ്ഡേറ്റുകളും മൂവി റിവ്യൂസ്, സീരീസ് റിവ്യൂസ് കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ അപ്ഡേറ്റുകളാണ് നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് സിനിമയല്ല, ഒന്നാമത്തെ സീരീസാണ്. ഒരു കൊറിയൻ സീരീസാണ്. എല്ലാവരും കുറേ ആൾക്കാർ കാത്തിരിക്കുന്ന സീരീസാണ്. ഞാനും കാത്തിരിക്കുന്ന സീരീസ് ആയിരുന്നു. സ്ക്വിഡ് ഗെയിം എന്ന് പറഞ്ഞ സീരീസിൻ്റെ രണ്ടാമത്തെ സീസൺ എന്നുള്ളത്. കൊറിയൻ ഭാഷ കൂടാതെ ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ടാണ് ഈ ഒരു സീരീസ് നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്തിട്ടുള്ളത്. അഡ്വഞ്ചർ, ആക്ഷൻ, മിസ്റ്ററി, ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസാണ്. അപ്പോൾ ഈ ഒരു സീരീസ് ഇതിനോടൊപ്പം തന്നെ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഞാൻ കണ്ടിട്ടില്ല, ഇന്ന് രാത്രി തന്നെ കാണാൻ ശ്രമിക്കുന്നുണ്ട്. കണ്ട് നാളെ നിങ്ങൾക്ക് മുന്നിലേക്ക് റിവ്യൂ എത്തിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ അടുത്തത് ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാളം മൂവിയാണ് താനാര എന്ന് പറഞ്ഞ സിനിമ. നമ്മുടെ ഷൈൻ ടോം ചാക്കോ, അതുപോലെ തന്നെ അഞ്ജു വർഗീസ്, വിഷ്ണു ഉണ്ണികൃഷ്ണൻ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം സിനിമയായിരുന്നു. ഈ ഒരു സിനിമ എന്നുള്ളത് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം മാക്സ്, സിംപ്ലി സൗത്ത് ഈ രണ്ട് OTT പ്ലാറ്റ്ഫോമിലായിട്ട് റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത ഒരു സീരീസാണ്, ഒരു മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി സീരീസാണ്. കോശ് പർച്ചായോ കെ USS പാർ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഈ ഒരു സീരീസ് ഹിന്ദി ഭാഷയിൽ C5 ആണ് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു എന്താ പറയുക, ഒരു ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തമിഴ് മൂവിയാണ് വൈറ്റ് റോസ് എന്ന് പറഞ്ഞ സിനിമ. നേരത്തെ ഈ ഒരു സിനിമ എന്നുള്ളത് സിംപ്ലി സൗത്തിൽ ഇന്ത്യക്ക് പുറത്തായിട്ട് റിലീസ് ചെയ്തിരുന്നു. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ആഹാ തമിഴ് വഴി ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തത് ഒരു എന്താ പറയുക, ഒരു ഹൊറർ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ് ഭൂൽ ഭുലയ്യ 3 എന്ന് പറഞ്ഞ സിനിമ. നെറ്റ്ഫ്ലിക്സ് വഴി ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന അപ്ഡേറ്റ് ആണ് പുറത്തു വന്നിട്ടുള്ളത്. അടുത്തത് ETV വിൻ വഴി റിലീസ് ചെയ്ത ഒരു ഡ്രാമ തെലുങ്ക് വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് സിനിമയാണ്. രഹസ്യം ഇതം ജഗത്ത് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇന്ന് ഈ ഒരു സിനിമ ഓൾറെഡി റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അടുത്തതെന്നുള്ളത് നേരത്തെ വന്നൊരു സിനിമയാണ് റൈറ്റർ എന്ന് പറഞ്ഞ സിനിമ. സമുദ്രക്കനിക്ക് പ്രധാന വേഷം കൈകാര്യം ത്രില്ലർ ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. സിംപ്ലി സൗത്തിൽ ഇന്ത്യക്ക് പുറത്തായിട്ട് ഈ ഒരു തമിഴ് സിനിമ ഇപ്പോൾ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഒരു തമിഴ് സിനിമയാണ് ബബിൾ ഗം എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയും നേരത്തെ വന്ന സിനിമയാണ്. സിംപ്ലി സൗത്തിൽ ഇന്ത്യക്ക് പുറത്തായിട്ട് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് തമിഴ് ആക്ഷൻ ഡ്രാമ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് സ്വർഗ്ഗവാസൽ എന്ന് പറഞ്ഞ സിനിമ. RJ ബാലാജി, സാനിയ അയ്യപ്പൻ, ഷറഫുദ്ദീൻ, ഷാജാ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത തമിഴ് സിനിമയാണ് സ്വർഗ്ഗവാസൽ എന്ന് പറഞ്ഞ സിനിമ. നെറ്റ്ഫ്ലിക്സിൽ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഈ ഒരു സിനിമ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞൊരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി സീരീസ് ആണ്. ജിയോ സിനിമ വഴി ഈ ഒരു സീരീസ് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു റൊമാൻറ്റിക് ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സ്പാനിഷ് മൂവിയാണ് യുവർ ഫോൾട്ട് പറഞ്ഞ സിനിമ. മൈ ഫോൾട്ട് പറഞ്ഞ സിനിമയുടെ സെക്കൻഡ് പാർട്ടാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. ആമസോൺ പ്രൈം വഴി ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം സ്പാനിഷ് ഭാഷ കൂടാതെ ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, മലയാളം, ഹിന്ദി, കന്നഡ ഭാഷകളായിട്ട് റിലീസ് ചെയ്യുന്നതാണ്. ഫസ്റ്റ് പാർട്ട് മൈ ഫോൾട്ട് എങ്ങാണ്ടാണ്. ഒരു അടിപൊളി സിനിമയാണ്. അപ്പോൾ സെക്കൻഡ് പാർട്ട് വെയിറ്റിംഗ് ആണ്. എന്തായാലും കാണും. കണ്ടിട്ട് റിവ്യൂ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കാം. മൈ ഫോൾട്ടിൻ്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടില്ല എന്ന് തോന്നും. എന്തായാലും രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു ത്രില്ലർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ് മദേഴ്സ് ഇൻസ്റ്റിങ്ക്ട്സിനാണ് സിനിമയുടെ പേര് വരുന്നത്. ലൈൻസ്കേപ്പ് പ്ലേ OTT പ്ലാറ്റ്ഫോം വഴി ഇന്ന് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ഹൊറർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ് നെവർ ലെറ്റ് ഗോ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിൽ ഇപ്പോൾ മുതൽ ഈ ഒരു സിനിമ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പം ഇത്രയും സിനിമകളാണ് ഇന്ന് റിലീസ് ചെയ്തതും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതുമായിട്ടുള്ളത്. അടുത്ത അപ്ഡേറ്റ് എന്നുള്ളത് പിന്നെ പലരും കമന്റ് ബോക്സിൽ ചോദിക്കാറുണ്ട്. പണി എന്ന സിനിമ, അതായത് ജോർജ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു പണി എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമ എന്ന് OTT റിലീസ് ചെയ്തുള്ള പലരും കമന്റ് ബോക്സിൽ ചോദിക്കാറുണ്ടായിരുന്നു. 20-ാം തീയതി വരുന്നൊക്കെ പല റൂമറുകൾ വന്നിരുന്നെങ്കിലും 20 കഴിഞ്ഞ് 26 ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ്. സോണി ലിവാണ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. എന്നാലും ബോഗൻവില്ലയാണ് ഈ ഒരു മാസം OTT റിലീസ് ചെയ്തിട്ടുള്ളത് സോണി ലിവിൽ. അപ്പോൾ ഈ ഒരു മാസം എന്നുള്ളത് ഇനി വേറെ മലയാള സിനിമകൾ സോണി ലിവിൽ ഉണ്ടാവില്ല. അടുത്ത മാസം, അതായത് ജനുവരി മാസത്തിലെ ആദ്യ 2 ആഴ്ചയ്ക്കുള്ളിൽ ഈ ഒരു സിനിമ OTT റിലീസ് ചെയ്യുന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അടുത്ത ആഴ്ചയ്ക്കുള്ളിൽ തന്നെ സോണി ലിവിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്.
എന്തായാലും ഇപ്പോഴും തിയേറ്ററിൽ തെലുങ്കൊക്കെ ഇപ്പോഴും തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. എന്നാലും നല്ലൊരു സിനിമയാണ് പണി എന്ന് പറഞ്ഞ സിനിമ. എന്ന് വരും എന്നുള്ളത് എന്തായാലും അടുത്ത ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമുക്ക് അറിയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ ഇത്രയും അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. സിനിമകളും സീരീസ് ഇന്നിറങ്ങിയ സിനിമകളും സീരീസുകളൊക്കെ നിങ്ങൾ കണ്ടോ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയെന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യുന്ന സിനിമകൾ ഏതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.